ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഡേറ്റ് ജൂൺ 16. ഇന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. നിഫ്റ്റി കോൾ ഓപ്ഷനിലാണ്. ഇപ്പം ഞാൻ എൻ്റെ ഓർഡർ ഇവിടെ കൊടുക്കാം. 325 ക്വാണ്ടിറ്റി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ മണിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, കാരണം ഇന്ന് നിഫ്റ്റി എക്സ്പയറി ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് എടുത്തത്? വലിയൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു റീസൺ പറയാം. അപ്പോൾ അതിന് മുൻപ് ചെറിയൊരു കോഴ്സിൻ്റെ പ്രൊമോഷനും കൂടി ഞാൻ ചെയ്യുവാണ്. നമ്മുടെ കംപ്ലീറ്റ് ട്രേഡിംഗ് ഫ്രെയിം വർക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് MTJ ആപ്പ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ടേ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഏകദേശം ഒരു 40+ സ്റ്റുഡൻസ് ഓൾറെഡി ആ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടൻറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊരു പ്രീ റെക്കോർഡഡ് വീഡിയോസാണ് കോഴ്സുകളിൽ നിങ്ങൾക്ക് കിട്ടുക. ഏകദേശം ഒരു 30+ വീഡിയോസ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് MTJ ടെലഗ്രാം ചാനലുണ്ട്, MTJ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. റൈറ്റ്, ടെലഗ്രാം കമ്മ്യൂണിറ്റി ആണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെയിൻ ടെലഗ്രാം ചാനൽ. സോ സ്റ്റുഡൻസ് ഏകദേശം 320+ സ്റ്റുഡൻസുകളുണ്ട്. ആൻഡ് അപ്പോൾ ഇന്ന് എടുത്ത ട്രേഡ്, ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ഒരു ട്രേഡ് ഓൾറെഡി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. ആൻഡ് ഇതാണ് നമ്മുടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി. ഇവിടെ ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്, ഡിസ്കസ് ചെയ്ത് ട്രേഡുകൾ എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. റൈറ്റ്, അപ്പോൾ ഞാൻ എടുത്ത റീസൺ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇന്ന് മോർണിംഗിൽ വലിയ ഓപ്പർച്യൂണിറ്റികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തത്. സോ ഫൈനലി നിഫ്റ്റി ഒരു ചാനലിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്, ഒരു പാരലൽ ചാനലിൻ്റെ ഉള്ളിൽ. ആൻഡ് ഫൈനലി ആ ഒരു ചാനൽ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനൊരു എൻട്രി കൺസിഡർ ചെയ്തത്. ജസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു റേഞ്ച് മാർക്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു ലെവലിൽ ചാനൽ ബ്രേക്ക് ഔട്ട് നടത്തി. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് അപ്സൈഡിലോട്ട് പോയി. പിന്നെ തിരിച്ച് ഈ ഒരു ചാനലിൽ റീടെസ്റ്റ് നടത്തിയ സമയത്താണ് അവിടെ നിന്ന് ഒരു ബയേഴ്സ് അക്സെപ്റ്റൻസ് വന്ന സമയത്താണ് ഞാൻ എൻ്റെ കോൾ ഓപ്ഷൻ ബൈ ചെയ്തത്. നെക്സ്റ്റ് ഡേ ഹൈ വരെ 24,000 വരെ മേ ബി ടാർഗറ്റ് മൂവ്മെൻറ്റ് കിട്ടാം. ഓക്കെ, അതുകൂടാതെ ഞാനിവിടെ വോളിയം പ്രൊഫൈൽ ഇൻഡിക്കേറ്റർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്. സോ വെയിറ്റിംഗ്. ഓക്കെ, അപ്പോൾ ട്രേഡ് എടുത്തിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. അത്യാവശ്യം ഒരു പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. നിയർലി ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ലെവലിലാണ് എൻട്രി എടുത്തിരുന്നത്. ഏകദേശം ഒരു 11:45 ആവുന്ന സമയത്ത് കുറച്ച് സമയം കൺസോൾട്ടേഷൻ ചെയ്തു, ബ്രേക്ക് ഔട്ട് നടത്തി, ഡേ ഹൈ ബ്രേക്ക് ഔട്ട് നടത്തി. 24,000 ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, പ്രീമിയം മേ ബി ഒരു സ്പൈക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. റൈറ്റ്, അപ്പോൾ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വോളിയം പ്രൊഫൈൽ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഡെവലപ്പ് ചെയ്ത ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, അത് സ്റ്റുഡൻസിന് മാത്രമുള്ളതാണ്. അതല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ട്രേഡിംഗ് വ്യൂവിലോട്ട് പോകുക. അവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. അത് ജസ്റ്റ് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത മുതൽ ക്ലോസ് ചെയ്തവരെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ലെവൽസുകൾ കിട്ടും. അത് നമുക്ക് നെക്സ്റ്റ് ഡേയിലാണ് ആ ലെവൽസുകൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ട്രേഡുകൾ കൺസിഡർ ചെയ്യുക. എനിക്കൊന്ന് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു വാല്യൂ ഏരിയ ഹൈയിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ഞാൻ കുറച്ച് സമയമായി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇനിയിപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ അധികം സമയമൊന്നുമില്ല. എക്സ്പയറി ആണ്, അപ്പം അധികം റിസ്ക് എടുക്കേണ്ട. ഓൾറെഡി ആ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ എന്തായാലും എൻ്റെ പ്രോഫിറ്റ് ഞാനിവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. റൈറ്റ്, അഗൈൻ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ നടക്കുന്നുണ്ട്. റൈറ്റ്, അപ്പം കുറച്ചധികം സമയം ഞാൻ ഈ ഒരു 24,000 ലെവലിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്തിരുന്നു. അതായത് ഈ നിഫ്റ്റി സ്പോട്ട് 24,000 റെസിസ്റ്റൻസ് എടുത്ത് പുൾ ബാക്ക് എടുത്ത് വീണ്ടും ഒരു കൺസോളേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക് ഔട്ട് പ്രീമിയത്തിലേക്ക് ഡേ ഹൈ സ്പൈക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ആൻഡ് ഓൾസോ ഞാൻ സെയിം ട്രേഡ് വേറെ അക്കൗണ്ടിലും എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഓൾറെഡി എക്സിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അക്കൗണ്ടിലാണ്, അതിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ എക്സിറ്റ് ചെയ്തു. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ എന്തായാലും നോക്കാം. ഈ ഒരു ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഹോൾഡ് ചെയ്യാം, കാരണം ഇതൊരു വിന്നിങ് ട്രേഡാണ് അല്ലേ. കാരണം ഡേ ഹൈ ബ്രേക്ക് ഔട്ട് നടക്കുവാണെങ്കിൽ സാധ്യതയുണ്ട്. ഇനി ഇത് റിജക്ഷനാണ് വരുന്നതെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യും. പിന്നെ ഒരു പുൾ ബാക്ക് ഒക്കെ വരുന്ന സമയത്ത് പ്രീമിയം വല്ലാതെ കുറയും. നിങ്ങൾ എക്സ്പയറി ഡേയിലൊക്കെ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയൊരു പുൾ ബാക്കിൽ തന്നെ പ്രീമിയം നല്ലതായിട്ട് കുറയും. എനിക്ക് തന്നെ ഇവിടെ തോന്നുന്നു ചെറിയൊരു റിജക്ഷനൊക്കെ വരുന്നുണ്ട്. സോ ഐ തിങ്ക് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുവാണ്. നിയർലി ഒരു 57 പോയിൻറ്റ് സംതിങ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ട്രേഡ് ആയിരുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ആൻഡ് ഓൾസോ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ.